ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉണക്കായതുകൊണ്ട് ചക്കയ്ക്ക് വെള്ളം കുറവായിരിക്കും. അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം വേവിക്കാൻ. ചക്ക വൃത്തിയായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതുകൊണ്ട് ഇത് വൃത്തിയായിട്ടൊന്ന് ചതച്ചോണ്ട് വരാം. ആ ചക്ക വെന്ത് അതിനകത്തോട്ട് നമ്മൾ ആ ചതച്ച് വെച്ച ചുവന്നുള്ളിയും കാന്താരിയും ഒരു വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല, അത് കൊടുക്കുക. അതിനകത്തോട്ട് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി അത് ഒത്തിരി ഇളക്കരുത്, അധികം പൊടിഞ്ഞു പോകാതെ അതെല്ലായിടത്തും ഒന്ന് ഇളക്കിയെടുക്കണം. കുഴക്കരുത്. അങ്ങനെ മാറി മാറി തന്നെ കിടക്കുന്നതായിരിക്കും ടേസ്റ്റ്. പണ്ട് നമുക്ക് തന്ന ആഹാരം ഓർമ്മയുണ്ടോ? ഇപ്പം വന്ന് നമ്മള് പപ്സും മറ്റതൊക്കെ കഴിക്കുന്ന സ്ഥാനത്ത് പണ്ട് നമുക്ക് അമ്മമാര് തന്നിരുന്നത് ഇതാ. ചക്ക എങ്ങോട്ട് പുഴുങ്ങി ചുവന്നുള്ളിയും കാന്താരിയൊക്കെ അങ്ങോട്ട് ചതച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിങ്ങി തരും. ചിലപ്പം തേങ്ങാപ്പാലിന് പകരം തേങ്ങാപ്പാൽ എടുക്കാത്ത സമയത്ത് തേങ്ങ തിരുമ്മിയിട്ട് തരും. ആ പെരട്ടി തിന്നുന്നതിനേക്കാൾ ഭയങ്കര ടേസ്റ്റായത് തേങ്ങാപ്പാൽ ചക്ക. വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ പണ്ട് കഴിച്ചിരുന്ന ഒരു ആഹാരം. അധികം ഇളക്കരുത്, ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇത് നല്ല ചൂടോടുകൂടി അങ്ങോട്ട് കഴിക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. 10 മണിക്ക് വീട്ടിലിരിക്കുന്നവർക്ക് വേണമെങ്കിൽ കഴിക്കാം. 4 മണി വിട്ട് സ്കൂൾ വിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് വേണേലും കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു ചക്ക. തേങ്ങാപ്പാൽ ഒഴിച്ച ചക്ക കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് കഴിക്കുക. പാൽ ചക്ക.